ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ലാലിഗയിലെ ആദ്യ മത്സരത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് ഇപ്പോൾ കരുത്തരായ FC ബാഴ്സലോണയുള്ളത്. അതായത് നാളെയാണ് ലീഗിലെ ആദ്യ മത്സരം നിലവിലെ ജേതാക്കളായ ബാഴ്സലോണ കളിക്കുക. എതിരാളികൾ മയോർക്കയാണ്. നാളെ രാത്രി ഇന്ത്യൻ സമയം 11 മണിക്കാണ് ഈ മത്സരം നടക്കുക. മയോർക്കയുടെ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം FC ബാഴ്സലോണ കളിക്കുക. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് റോബർട്ട് ലെവൻഡോസ്കി ഈ മത്സരത്തിൽ കളിക്കാൻ സാധ്യതയില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് അദ്ദേഹം ചെറിയ ഒരു പരിക്കിന്റെ പിടിയിലായിരുന്നു. പൂർണ്ണ ഫിറ്റ്നസ് കൈവരിക്കാൻ റോബർട്ട് ലെവൻഡോസ്കിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്ട്രൈക്കർ പൊസിഷനിൽ മറ്റൊരു താരത്തെ ഹാൻസി ഫ്ലിക്കിന് ഉപയോഗപ്പെടുത്തേണ്ടി വന്നേക്കും. കൂടാതെ മറ്റു പല താരങ്ങളുടെ കാര്യത്തിലും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതായത് ജോയൻ ഗാർഷ, റാഷ്ഫോർഡ് എന്നീ പുതിയ താരങ്ങളെ ഇതുവരെ FC ബാഴ്സലോണ രജിസ്റ്റർ ചെയ്തിട്ടില്ല. പക്ഷേ മത്സരത്തിന് മുന്നേ രജിസ്റ്റർ ചെയ്യും എന്നാണ് ഡയാരിയോ AS റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. രണ്ടുപേരും ആദ്യത്തെ മത്സരത്തിന് ലഭ്യമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് FC ബാഴ്സലോണ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഗ്രൂപ്പിനോടൊപ്പം കസാഡോയും കൂണ്ടയും ട്രെയിനിങ് നടത്തിയിട്ടില്ല. അത് ഒരൽപ്പം ആശങ്കാജനകമാണ്. പക്ഷെ ആദ്യത്തെ മത്സരത്തിന് രണ്ടുപേരും ഉണ്ടാകും എന്നാണ് മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു ഗോൾ കീപ്പറായ ഷെസ്നിയെ FC ബാഴ്സലോണ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇനിയിപ്പോ ആദ്യത്തെ മത്സരത്തിന് വേണ്ടി അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യാൻ സാധ്യതയില്ല എന്നാണ് റിപ്പോർട്ടുകൾ. പകരം ജോയൻ ഗാർഷയെ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാനാണ് FC ബാഴ്സലോണ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ താരമായ റൂണി ബാർഗിയെ റിസർവ് ടീമിലായിരിക്കും രജിസ്റ്റർ ചെയ്യുക. റിസർവ് ടീമിന്റെ ലൈസൻസിൽ അദ്ദേഹത്തിന് ഫസ്റ്റ് ടീമിൽ കളിക്കാൻ സാധിക്കും. ജെറാർഡ് മാർട്ടിനെ ഫസ്റ്റ് ടീമിലാണോ റിസർവ് ടീമിലാണോ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് വ്യക്തമല്ല. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതകൾ ഇനി കൈവരേണ്ടതുണ്ട്. രജിസ്ട്രേഷൻ പ്രശ്നങ്ങൾ അത് FC ബാഴ്സലോണയെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല താരങ്ങളുടെയും കാര്യത്തിൽ ഇപ്പോൾ സംശയങ്ങൾ നിലനിൽക്കുന്നത്. ഏതായാലും റാഷ്ഫോർഡും ജോയൻ ഗാർഷയും ആദ്യത്തെ മത്സരത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.